പൂഞ്ഞാറിൽ വൈദികനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 6:30 ചങ്ങനാശ്ശേരി അരമനപ്പടിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പ്രതിഷേധ ജ്വാല ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായി പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങിയ സമാധാന അന്തരീക്ഷം ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട പശ്ചാത്തലമാണ് നിലനിൽക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ മാർ ജോസഫ് പെരുന്തോട്ടം ആശങ്ക ഉന്നയിച്ചു. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ആറ്റുചാലിലിനെ ആക്രമിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പാസ്റ്റർ കൗൺസിൽ, മാതൃപിതൃവേദി, SMYM യുവദീപ്തി, KLM എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി അരമനപ്പടിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. വൈകിട്ട് 6:30 നടത്തപ്പെട്ട പ്രതിഷേധ ജ്വാല ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗതമായി പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങിയ സമാധാന അന്തരീക്ഷം ഇന്ന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട പശ്ചാത്തലമാണ് നിലനിൽക്കുന്നതെന്ന് ഉദ്ഘാടന വേളയിൽ മാർ ജോസഫ് പെരുന്തോട്ടം ആശങ്ക ഉന്നയിച്ചു. സമാധാനത്തിന്റെ സന്ദേശമാണ് നമ്മൾ പരമ്പരാഗതമായിട്ട് പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നൂറ്റാണ്ടുകളായി നമ്മൾ ജീവിച്ച് കൈമാറിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം. എന്നാൽ നാളുകൾ കഴിയുന്തോറും ആ സമാധാന അന്തരീക്ഷം നമുക്ക് നഷ്ടപ്പെടുകയാണോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. നമുക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു സങ്കേതമാണ് നമ്മുടെ ആരാധനാലയങ്ങൾ. ആരാധനാലയങ്ങളും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ഏറ്റവും പരിശുദ്ധമാണെന്ന് നമ്മൾ വിശ്വസിക്കും. ഏറ്റവും പരിശുദ്ധമായ ആ സങ്കേതത്തിൽ വിശ്വാസികൾക്ക് മാത്രമല്ല ഏവർക്കും സ്വസ്ഥമായി സമാധാനത്തോടെ കഴിയുവാൻ സാധിക്കേണ്ടതാണ്. എന്നാൽ അവിടെയും ആ സ്വസ്ഥത നഷ്ടപ്പെടുന്നുവോ എന്നുള്ള ആശങ്കയിലാണ് നാം എല്ലാവരും. അതാണ് നമ്മളെ ഇപ്പോൾ ഈ സായാഹ്നത്തിലൂടെ ഒരുമിച്ച് കൂട്ടുവാൻ പ്രേരിപ്പിച്ചത്. പാലാ രൂപതയിലെ പൂഞ്ഞാർ ഇടവകയിൽ നടന്ന സംഭവം എല്ലാവർക്കും അറിയാം. പരിശുദ്ധമായ ആ ദേവാലയത്തിൽ പരമപരിശുദ്ധമായ ദൈവാരാധന നിർവഹിക്കുന്ന സാഹചര്യത്തിൽ ആ പരിസരത്തിൽ വന്ന ചില ആളുകൾ അതിൻ്റെ പരിശുദ്ധിയും പാവനതയും എല്ലാം വിസ്മരിച്ചുകൊണ്ട് സ്വസ്ഥമായ അന്തരീക്ഷത്തിന് വിഘാതം വരുത്തുന്ന സാഹചര്യത്തിൽ അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ, അതും ദൈവാരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വന്യ പുരോഹിതനും മറ്റും അതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം തീർച്ചയായിട്ടും നമ്മുടെ ഈ ആർഷഭാരതത്തിൽ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ക്രൈസ്തവരുടെ പരിപാവനമായ വലിയ നോമ്പിന്റെ വെള്ളിയാഴ്ച പള്ളിയിൽ ആരാധന നടക്കുന്ന സമയത്ത് പള്ളി കോമ്പൗണ്ടിൽ അതിക്രമിച്ചു കയറി വൈദികനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഹീനശ്രമമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പ്രതിഷേധ ജ്വാലയിൽ വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജോസഫ് വാണിയപുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. വികാരി ജനറൽമാർ, വിവിധ സംഘടനകളുടെ ഡയറക്ടർമാർ, നേതാക്കൾ എന്നിവർ സംസാരിച്ചു. സംഭവത്തിൽ സർക്കാർ സത്വര നടപടികൾ കൈക്കൊള്ളണമെന്ന് പ്രതിഷേധ ജ്വാലയിൽ വിശ്വാസികൾ ആവശ്യപ്പെട്ടു. ഷിഗ്ന ന്യൂസ്, കോട്ടയം.